500 കോടി രൂപയാണ് രാജസ്ഥാൻ റോയൽസിന്റെ മുൻ ക്യാപ്റ്റനായ ഷെയ്ൻ വോണിന്റെ ഫാമിലിക്ക് റീസെന്റ് ആയിട്ടുള്ള രാജസ്ഥാൻ റോയൽസിന്റെ ഡീലിലൂടെ ലഭിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഷെയ്ൻ വോൺ ഇത്രയും സ്മാർട്ട് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ്, അതായത് ഇത്രയും ദീർഘവീക്ഷണത്തോടു കൂടി ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയെന്ന് നമുക്ക് നോക്കാം. 2008 ആദ്യ സീസണിൽ രാജസ്ഥാൻ റോയൽസിലേക്ക് വരുമ്പോൾ ഷെയ്ൻ വോൺ ഉണ്ടായിരുന്ന ഉത്തരവാദിത്തം എന്ന് പറയുന്നത് വെറും ഒരു കളിക്കാരൻ മാത്രമായിരുന്നില്ല, ഒരു ക്യാപ്റ്റൻ, കോച്ച്, മെന്റർ, അതായത് ടീമിനെ മുഴുവനായിട്ട് നയിക്കാനുള്ള ചുമതലയായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഈ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിനായി ഷെയ്ൻ വോൺ ടീം ഉടമകളുമായിട്ട് ഒരു പ്രത്യേക ഡീലിൽ ഒപ്പിട്ടു, ആൻഡ് ഇക്വിറ്റി ഡീൽ. ഓരോ വർഷം കളിക്കുമ്പോഴും ടീമിൻ്റെ, അതായത് രാജസ്ഥാൻ റോയൽസിൻ്റെ ഷെയർസിൻ്റെ 0.75% ഷെയ്ൻ വോണ് നൽകണം. അതായത് ഓരോ വർഷം കഴിയുമ്പോഴും ഷെയ്ൻ വോണ് 0.75% ഷെയർസ് രാജസ്ഥാൻ റോയൽസിൻ്റെ കിട്ടിക്കൊണ്ടിരിക്കും. 2008 മുതൽ 2011 വരെയാണ് ഷെയ്ൻ വോൺ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി കളിച്ചത്. ഈ ഒരു പീരീഡിൽ 3% രാജസ്ഥാൻ റോയൽസിൻ്റെ ഷെയർസാണ് ഷെയ്ൻ വോണ് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു കാലയളവിൽ രാജസ്ഥാൻ റോയൽസിൻ്റെ ആകെ മൂല്യം എന്ന് പറയുന്നത് 270 കോടി ഇന്ത്യൻ രൂപയായിരുന്നു. എന്നാൽ 2026 രാജസ്ഥാൻ റോയൽസ് വിൽക്കാൻ തീരുമാനിച്ചതോടുകൂടിയാണ് ഷെയ്ൻ വോണിൻ്റെ ദീർഘവീക്ഷണം ഫലം കണ്ടത്. അടുത്തിടെ US ബേസ്ഡ് ഒരു കൺസോർഷ്യം, അതായത് കാൾ സൊമൈനി നേതൃത്വം നൽകുന്ന ഈ ഒരു കൺസോർഷ്യം 15,300 കോടി രൂപയ്ക്കാണ് രാജസ്ഥാൻ റോയൽസ് വാങ്ങാൻ തീരുമാനിച്ചത്. ഇവിടെയാണ് ഷെയ്ൻ വോണിൻ്റെ ഫാമിലിക്ക് ലോട്ടറി അടിച്ചത്. അതായത് വെറും 3% ഉണ്ടായിരുന്ന ഈ ഷെയർസിൻ്റെ ഇന്നത്തെ വാല്യൂ എന്ന് പറയുന്നത് 450 മുതൽ 500 കോടി ഇന്ത്യൻ രൂപ വരെയാണ്. ഇവിടെയാണ് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു ചെറിയ എമൗണ്ട് ലോങ് ടേമിലേക്ക് മാറ്റി വെച്ചിട്ട് ഇതേപോലുള്ള കമ്പനികളിൽ നേരത്തെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യും.